കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്താണ്? അല്ല ചേച്ചി എന്താ ഫോൺ നോക്കുന്നതെന്ന് ചോദിച്ചതാ. അത് ഞാൻ സിദ്ധുവിനോട് ഇന്നലെ ചാറ്റ് ചെയ്ത് വായിക്കുമായിരുന്നു. എന്തേ കാണണ? അതെന്താ ചോദിച്ചാ അങ്ങനെ ചോദിച്ചേ? ഞാൻ ചേച്ചി ഒരു വീഡിയോയോ ഫോട്ടോയോ അല്ലെങ്കിൽ വല്ല പാട്ടോ എല്ലാം കേൾക്കുവാണോ പറയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. എന്റെ പൊന്നെ, ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. പോക്കോ. എങ്ങോട്ട് പോവാൻ? എന്തുവാടെ ഇവിടെ? എടാ ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോദിച്ചു അബദ്ധവശാൽ എന്താണ് ആ ഫോണിൽ നോക്കണേന്ന്. എന്തൊരു ജാടയാടോ ചേച്ചിക്കപ്പോ. ജാടയാ? നീ പോയ ശിവ. പറഞ്ഞോളൂ ചേച്ചി എന്താ നോയിക്കൊണ്ടിരിക്കണ അതിനകത്ത്? ഓ അതിനിപ്പോ നിനക്കും അറിയണോ? ചേച്ചി ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. ചേച്ചി എന്തിനാണ് ഇങ്ങനെ ചാടി പിടിക്കാൻ പറഞ്ഞത്? കണ്ട ഇതായിരുന്നു ഞാൻ ചോദിച്ചപ്പോഴും ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ്. ഇത് തന്നെയാണ്. കഷ്ടം തന്നെ ചേച്ചി ഇത്. വെറുതെ അല്ല അച്ഛൻ പറയുന്നത്. അത് വേണ്ട, ആക്കളി വേണ്ട മച്ചാനെ കേട്ടോ, അത് ഫൗള്. എന്താ ചേച്ചി തല്ലാൻ തോന്നുന്നോ? തല്ലണാ? ഒരു കൈ നോക്കണോ ഒരു കൈ. വീട്ടിൽ ആരും ഇല്ല, കല്യാണം കഴിഞ്ഞ് പോയതാണെന്നുള്ള കേസൊക്കെ ഞങ്ങൾ മറക്കും. എന്തോന്നടേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞതും പറഞ്ഞത് നിങ്ങൾ ഇതിനെ കൊന്നു തിന്നാൻ വരണോ? കൊള്ളാലോ ചേച്ചേ, ഇത് ഭയങ്കര മോശമാണ്ടാ. ഒന്നില്ലെങ്കിലും ഞാൻ നിന്റെ ചേച്ചിയല്ലടാ, എന്നെ കല്യാണം കഴിഞ്ഞല്ലടാ. പോയ ഭയങ്കര മോശമാണ് ഇത്. നീ വാടാ. പാവ ചേച്ചി പേടിച്ചുപോയി. പേടിച്ചിടൊന്നുമില്ല, എന്നാലും നീ പോയ കേശോട് വിളിച്ചോട് അറിയാം. അതെന്നെ ഞാനും ആലോചിക്കണത്. ഞാനിനി ഈ കുടുംബത്തെ അധികം നാളെ നിൽക്കുന്നത് ശരിയല്ല. ചേട്ടാ പിള്ളേരെങ്കിൽ കൊട്ടേഷിട്ടേക്കുവാണ്. ആ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞ കൊന്നു തന്നേനെ. എന്തിന്? അല്ല ഏട്ടാ, നമുക്ക് അങ്ങനെ വിടണ്ട. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഫൈറ്റ് വേണ്ട, നമുക്കൊരു ബുദ്ധിക്കളി കളിക്കാം. എന്താണ്? ഒന്നുമില്ലേ? വേണ്ട ഏട്ടാ, എന്റെ പൊന്നുമോള് പൊക്കോ. നീ എന്റെ നടി മേടിച്ചിട്ടേ പോളൊന്ന് തീരുമാനിച്ചു വന്നേക്കുവാണല്ലേ പാറു. ആദ്യം ഒതുക്കേണ്ടത് ഈ കുരുപ്പിനെയാണ്. അതൊക്കെ ചെറുത്, പിന്നെ നമുക്ക് ഒതുക്കാം. നീ നേരത്തെ പറഞ്ഞോണ്ടിരുന്ന കാര്യം പറ. നമ്മളെന്താ പറഞ്ഞോണ്ട്? ചേട്ടാ പണ്ട് നമ്മൾ രണ്ടിനെയും ഒന്ന് തമ്മി തല്ലിച്ചതാണ്. അതിനുശേഷം രണ്ടുപേരും തമ്മിലൊരു വാക്ക് തർക്കം പോലും ഉണ്ടായിട്ടില്ല. കറക്റ്റ്, അതിന്റെ അഹങ്കാരം രണ്ടിനും ഉണ്ട്. ചെയ്യുന്നത് തേർഡ് റേറ്റ് പരിപാടിയാണെന്ന് അറിയാം. എന്നാലും ശർക്കരയാകുന്ന കേശുവിൽ നിന്നും ഈച്ചയാകുന്ന ശിവാനിനെ നമുക്ക് പറത്തണം. കേശു ശർക്കര, ശിവ ഈച്ച. നീ എന്താ ഉദ്ദേശിച്ചത്? എന്റെ ചേട്ടൻ ചില സമയത്തുണ്ടല്ലോ ചേട്ടൻ മരമണ്ടരാ. എന്റെ ചേട്ടൻ രണ്ടെണ്ണത്തിനെ തമ്മി തല്ലിക്കണം. ഓ ശർക്കര ഈച്ച. ആ ചേട്ടാ ഓവറാക്കാതെ റിയലിസ്റ്റിക് ആയിട്ടൊരു കളി കളിച്ചു കഴിഞ്ഞാൽ രണ്ടിനെ നമുക്ക് ഒതുക്കാം. നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഈ കളിയുടെ ക്യാപ്റ്റൻ നീയാണ്. അടി മൊത്തം ഞാൻ കൊണ്ടോട്ടെ അല്ലേ? അങ്ങനല്ല ഉദ്ദേശം. ആയിക്കോളാം കേട്ടാ. ഞാനുണ്ടല്ലോ കൂടെ. കേശുവേ, നീ ഇന്നലെ എന്റെ ഫോൺ എടുത്തായിരുന്നാടാ? ഇന്നലെ എടുത്തില്ലേ ജി? പിന്നെ ഞാൻ എടുത്തെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ എന്തുറ്റി? അല്ല ഞാൻ വെറുതെ ചോദിച്ചതോ, നിനക്കെന്താ ചോദിക്കാൻ പാടില്ലേ? ഞാൻ എടുത്തൊന്നും കാണത്തില്ല. ഞാൻ ചേച്ചിയുടെ ഫോൺ എടുക്കൂലല്ലോ. അയ്യോ, നീ എന്റെ ഫോൺ എടുക്കാറുമില്ല, എന്റെ ഫോണിൽ നിന്ന് ആരെയും വിളിക്കാറുമില്ലല്ലോ. അത് ചില സമയം ഞാൻ വിളിച്ചിട്ട് കുറെ കാലമായല്ലോ അല്ലേ? ഞാൻ വിളിച്ചിട്ട് കുറെ കാലമായി. കുറെ കാലം എന്ന് പറയുന്നത് 1 വർഷം മുന്നേ അല്ല. ഉരുളാതെ പോടാ. നീ എന്തിനാ അവരൊക്കെ പാട് ദുബായിക്കാൻ പോണത്? അച്ഛന്റെ പാട് ദുബായിക്കാൻ? അയ്യോ, അച്ഛന്റെ ഫോൺ എടുത്തതിന് പിന്നെ ചില ആൾക്കാരെ ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. ആരെ വിളിക്കണം? നിനക്ക് പഠിക്കണ കാര്യത്തിനാണെങ്കിൽ എന്റെ ഫോൺ എടുത്ത് ഉപയോഗിച്ചൂടെ? ഈ പോക്ക് പോവാണെങ്കിൽ ഞാൻ എനിക്കൊരു ഫോൺ മേടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ IAS നശിക്കും. ഫുൾ ടൈം ഫോണിലായിരിക്കും. നീ കടന്നു വിളിക്കണ ആരെടാ ഇത്രയും? ട്യൂഷൻ സെന്ററിലോട്ട് അറിഞ്ഞൂടെ? ട്യൂഷൻ സെന്ററിലെ പിള്ളേരൊക്കെ ചക്കരേ മുത്തേ പാലേന്നാണല്ലോ വിളിക്കണത്. ഇടി അത് കാരണം ചെറിയ പിള്ളേരല്ലേ, അതുകൊണ്ടാണ് ചക്കര മുത്തേ പാലെന്നൊക്കെ വിളിക്കണം അല്ലേടാ? എന്തോന്നത്? ഏയ് മതി ഒന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി. എനിക്ക് എല്ലാവരും നിൽക്കുമ്പോ എന്തോ അസ്വസ്ഥത പോലെ. പോ. ഓ അത് കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ്, അതിന് മാറാനൊന്നും പോകണ്ട. അത് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ആലോചിച്ചേട്ടാ. ഇതുപോലെ തന്നെ എന്റെ ഫോണിലോട്ട് ആരോട് വിളിച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു കട്ടാക്കല്. ഓഫീസിലേക്കുമ്പോ ഇതുപോലെ വിളിച്ചായിരുന്നു. എന്നിട്ട് പറയണേ ഹലോ കേശു ഉണ്ടോന്ന്. നിന്റെ ഈ ഉടായ്പ പരിപാടി പറ്റില്ല പറ്റില്ല. ഉടായ്പ പരിപാടി പറ്റില്ല. നീ ആർക്ക് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടോ അവരത് പറഞ്ഞേക്ക് എന്നെ വിളിക്കരുത് ആരായാലും. സത്യമായിട്ട് കഥകൾ കാണിക്കാതെ പോടാ. കേശുവേ കളിക്കല്ലേട്ടാ. എന്തോന്ന് പോടി അവിടുന്ന്.
എന്താണ് മോൻ കടന്നിൽ ഉത്തണക്കിന് ഇരിപ്പുണ്ടല്ലോ, നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ലായിരിക്കും അല്ലേ? ഡേ നീ ചുമ്മാ ഒരു കാര്യം അറിയാ ചുമ്മാ ഓരോന്ന് പറയല്ലേ ഏട്ടാ. കാര്യം അറിയാണ്ട, എനിക്ക് എല്ലാ കാര്യവും അറിയാം. നീ ഇവിടെ തലങ്ങും വിലങ്ങും എല്ലാവരുടെ ഫോണിൽ നിന്നും മാറിയും പിരിഞ്ഞും തിരിഞ്ഞും എല്ലാ ആൾക്കാരും വിളിക്കുന്നത് എനിക്കറിയാം. ഞാൻ സാരമില്ല പോട്ടെ പേഴ്സണൽ കാര്യം എന്നൊക്കെ പറഞ്ഞ് വിട്ടുവിട്ട് നിന്നപ്പോഴത്തേക്കും നീ അടിഞ്ഞാടുള്ള കേശുവേ. നീ അവര് പണ്ടത്തെ ഏതോ കാര്യമാണ് ഈ പറയണത്. പണ്ടത്തെ കാര്യോ? ഓ എനിക്കറിയാം നീ എന്തിനാണ് രാവിലെ തന്നെ അമ്പലത്തിൽ പോണെന്നൊക്കെ എനിക്കറിയാം. എടാ ഇത്രയും നാളെ നീ അമ്പലത്തിൽ പോയി, എന്തെങ്കിലും ഒരു ദിവസം ആത്മാർത്ഥമായിട്ട് ശിവ നീ അമ്പലത്തിലേക്ക് വരുന്നത് എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ പറയ്, നീ പറയ്. വല്ലാത്ത കഷ്ടമല്ലേ ഇതിപ്പം? തന്നെ നിനക്കെല്ലാം കഷ്ടം തന്നെയാണ്.